അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി അടയാളം നൽകാം. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 2 ഓപ്ഷൻ വീതം നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇബ്ലീസിൻ്റെ ഇഷ്ട വിനോദമാണ് ഖത്ൽ, നമീമത്ത്. അപ്പോൾ അത് ശരിയായത് ഏതാണ്? നമീമത്ത് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, ഗീബത്ത് പരദൂഷണം, ഏഷണി. അപ്പോൾ ഏതാണ് ഗീബത്ത് എന്നതിൻ്റെ അർത്ഥം? പരദൂഷണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പരദൂഷണം എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര, ബഅദാദ്, മിഅ്റാജ്. അപ്പോൾ അവിടെ മിഅ്റാജ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ, വലിയ അസൂയയാണ്, വലിയ തെറ്റാണ്. അപ്പോൾ വലിയ തെറ്റാണ് എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത്, ഖുലിൽ ഹഖ വ ഇൻ ഖാന ഖുലുഖൻ അല്ലെങ്കിൽ മുറൻ. അപ്പോൾ ഏതാണ് ശരി? മുറൻ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഭാഗമാണ് പൂരിപ്പിക്കാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ശരിയായ രീതിയിൽ പൂരിപ്പിച്ച് അവിടെ എഴുതുക. അപ്പോൾ ഒന്നാമത്തത്, അല്ലാഹുവേ എനിക്ക് നീ ഡേഷ് വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? ഉപകാരപ്രദമായ അറിവ് എന്നുള്ളതാണ്. അല്ലാഹുവേ എനിക്ക് നീ ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത്, അക്മലുൽ മുഅ്മിനീന ഡേഷ് ഖുലുഖ. അവിടെ വിട്ട ഭാഗത്ത് എന്താണ് എഴുതാനുള്ളത്? ഈമാനൻ അഹ്സനുഹും എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ എന്ന് വരും. മൂന്നാമത്തത്, ഏഷണി പറയും, ഡേഷ് ഡേഷ് സ്വർഗം കിട്ടൂല. അപ്പം അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ ഏഷണി പറയും കൂട്ടർക്ക് ശാശ്വത സ്വർഗം കിട്ടൂല എന്നുള്ളതാണ്. ഇനി നാലാമത്തതാണ് അത്വഹൂറു ഷത്രുൽ ഈമാനി. അപ്പോൾ അവിടെ ഷത്രുൽ ഈമാനി എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം വേർതിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ ആ ബ്രാക്കറ്റിൽ കൊടുത്തവയിൽ സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളും നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങളും അവിടെയുണ്ട്. അപ്പം അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ചെഴുതാൻ. അതാണ് അവിടെ ചോദ്യമായിട്ട് നൽകിയത്. അപ്പം ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റിലൊന്ന് വായിച്ചു നോക്കാം. വാക്ക് പാലിക്കുക, സത്യം പറയുക, ബഹുമാനിക്കുക, നല്ല കാര്യങ്ങളിൽ സഹായിക്കുക, നല്ലത് മാത്രം പറയുക, പുഞ്ചിരിക്കുക. ഇപ്പം സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ബഹുമാനിക്കുക, നല്ലത് മാത്രം പറയുക, പുഞ്ചിരിക്കുക. നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങളോ? വാക്ക് പാലിക്കുക, സത്യം പറയുക, നല്ല കാര്യങ്ങളിൽ സഹായിക്കുക. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം നോക്കാം. അല്ലാഹു അവൻ്റെ മുഖം ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് കാക്കും. ആരുടെ? അപ്പോൾ അല്ലാഹു ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നും ഒരാളുടെ മുഖം കാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കൂട്ടർ ആരാണെന്നാണ് ചോദ്യം. ഉത്തരം, ഒരാൾ തൻ്റെ സഹോദരൻ്റെ മാനം കാത്താൽ. അപ്പോൾ തൻ്റെ സഹോദരൻ്റെ മാനം ഒരാൾ കാത്താൽ അവൻ്റെ മുഖം ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നും അല്ലാഹു തആല കാക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, യഥാർത്ഥ സുഹൃത്ത് ആരാണ്? യഥാർത്ഥ
സുഹൃത്താരാണ്? ഉത്തരം: നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാനെത്തുന്ന ആളാണ്. നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാനെത്തുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്നവർ ആരാണ്? ഉത്തരം: സൽ സ്വഭാവികൾ. അപ്പോൾ സൽ സ്വഭാവികൾക്കാണ് പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത സീറ്റ് ലഭിക്കുക. അല്ലാഹു തആല നമ്മെ ആ ഒരു കൂട്ടക്കാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാലാമത്തത്, ഇൽമ് നാഫിയാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ഇൽമ് നാഫിയാകുന്നത്? അതാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം: പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ നാം പഠിച്ചാൽ മാത്രം ഇൽമ് നാഫിയാവുകയില്ല. പഠിച്ച പ്രവർത്തനങ്ങൾ, അപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നിസ്കരിക്കുമ്പോഴാണ് അവൻ പഠിച്ച അറിവ് നാഫിയാകുന്നത്. ഒരാൾ സത്യം പറയണം എന്ന് നമ്മൾ കിതാബിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത് സത്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സത്യം പറയുമ്പോഴാണ് ആ ഒരു പഠിച്ച അറിവ് നാഫിയാകുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇൽമ് നാഫിയാകുന്നത് എപ്പോഴാണ്? പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഇനി അഞ്ചാമത്തെ ഭാഗമാണ് പൂർത്തിയാക്കാം. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തെ ചോദ്യം: ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട്. ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട്, ബാക്കി എന്താണ്? പറയലാണ് നമീമത്ത്. അപ്പോൾ അവിടെ പറയലാണ് നമീമത്ത് എന്നുള്ളതാണ് പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത്, സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെ ജനങ്ങളും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എഴുതി ചേർക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. അപ്പോൾ അവിടെ നമ്മാമുൻ എന്നാണ് എഴുതാനുള്ളത്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. നാലാമത്തെ ചോദ്യം, ചീത്ത കാര്യങ്ങളിൽ സഹായിക്കുന്നവർ പിശാചിൻ്റെ സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ ചീത്ത കാര്യങ്ങളിൽ സഹായിക്കുന്നവർ പിശാചിൻ്റെ സുഹൃത്തുക്കളായിരിക്കും എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തത്, കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ. അപ്പോൾ അവിടെ പൊന്നു കൊടുത്തോവർ എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി ആറാമത്തെ ഭാഗമാണ് സാരം എഴുതാം. അപ്പോൾ ഒറ്റ ചോദ്യമേ അവിടെ നൽകിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എഴുതണം. എന്താണ് ചോദ്യം? അൻത മഅ മൻ അഹ്ബബ്ത. അൻത മഅ മൻ അഹ്ബബ്ത. അതിൻ്റെ അർത്ഥം നീ പരലോകത്ത് നീ സ്നേഹിച്ചവരോട് കൂടിയായിരിക്കും. നീ പരലോകത്ത് നീ സ്നേഹിച്ചവരോട് കൂടെയായിരിക്കും എന്നുള്ളതാണ് അൻത മഅ മൻ അഹ്ബബ്ത എന്നതിൻ്റെ സാരം. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.